ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഈ കറുത്ത കാറിനോടുള്ള ഏട്ടത്തിയുടെ കമ്പ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏട്ടത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒരു ഡ്രസ്സ് വാങ്ങിയാ പോലും വാങ്ങുന്നതെല്ലാം കറുത്ത നിറമായിരിക്കും. ഏട്ടത്തി, എന്താ ഈ കറുപ്പിനോട് ഇത്ര പ്രിയം? അന്നത് മനഃപൂർവ്വമൊന്നും ആയിരുന്നില്ല വസു. കറുത്ത ഡ്രസ്സൊക്കെ കാണുമ്പോ ഒരിഷ്ടം തോന്നും, അതങ്ങെടുക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പോഴും ബ്ലാക്കിനോടുള്ള ഇഷ്ടം ഏടത്തിക്ക് പോയിട്ടില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ നിധിയോട് കറുത്ത കാറ് മതിയെന്ന് പറഞ്ഞത്. കറുത്ത നിറത്തിലെ കാറോ? ഞാൻ നിധിയോട് എന്തു പറഞ്ഞു? അയ്യോ, അപ്പൊ കറുത്ത നിറത്തിലെ കാറ് വാങ്ങിക്കാൻ ഏട്ടത്തി അല്ലേ നിധിയോട് പറഞ്ഞത്? ഇപ്പൊ ഇവിടെ കാറ് വാങ്ങിക്കുന്നോ? എന്തിന്? ഇതാര് പറഞ്ഞു? അയ്യോ സോറി ഏട്ടത്തി, ഞാൻ കരുതി നിധി വന്ന് ഏട്ടത്തിയോടെല്ലാം പറഞ്ഞു കാണുമെന്നും ഏട്ടത്തി ആയിരിക്കും കറുപ്പ് സജസ്റ്റ് ചെയ്തതെന്നും. വെറുതെ പറയണ്ടായിരുന്നു. എന്താ വസു കാര്യം? കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. ഏയ് ഒന്നുമില്ല. നിങ്ങളുടെ ഇരിപ്പ് വശം വെച്ചിട്ടേ ഏട്ടത്തിയുമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും എല്ലാം തീരുമാനിച്ചതെന്ന് ഞാൻ കരുതി. ഇനിയിപ്പോ ഞാനായിട്ട് വന്ന് പറഞ്ഞു തന്നൊന്നും വേണ്ട. അവര് തമ്മിൽ ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോ ഞാൻ ഇങ്ങൊന്ന് ചോദിച്ചു. എനിക്കിപ്പോ അവരോടൊന്ന് നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ. ഏട്ടത്തി അതങ്ങ് വിട്ടേക്ക്. നിന്നെ വസു, വെറുതെ ഓരോന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയിട്ട് അങ്ങ് പോവല്ലേ. സംഭവം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ വേറൊന്നുമില്ല. നിധിക്ക് വേണ്ടിയിട്ടേ ഗൗതം ഒരു കാറ് വാങ്ങുന്നു. ഇത്തവണ അവക്ക് പിറന്നാൾ സമ്മാനമായിട്ട് വാങ്ങിക്കൊടുക്കുന്നതേ ഒരു കാറാണത്രേ. ഏട്ടത്തി നിലത്ത് വെക്കാതെ കൊണ്ടു നടന്ന മരുമകളല്ലേ, സ്വാഭാവികമായിട്ടും അവളത് ഏട്ടത്തിയോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതി. ഏതോ വില കൂടിയ കാറാ വാങ്ങുന്നത്, ബ്ലാക്ക് കളറ്. കറുത്ത നിറത്തിലെ കാറെന്ന് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ കരുതി അത് ഏട്ടത്തിയുടെ ഇഷ്ടമായിരിക്കുമെന്ന്. അതിനിപ്പോ എന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനാണ് പൊട്ടി. ഇപ്പോ പഴയ കണക്കൊന്നും അല്ലല്ലോ കാര്യങ്ങള്. ഓരോരുത്തരെയായി മൂലയിലേക്ക് ഒതുക്കുന്ന കൂട്ടത്തില് ഏട്ടത്തിയെയും അവൾ അടുക്കളയിലേക്ക് തള്ളി. അവക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാ അത് ഗൗതത്തിന്റെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കും. പിന്നെ അവന് മുൻപിൻ നോട്ടമൊന്നും ഇല്ലല്ലോ. അപ്പ ചാടി ഇറങ്ങും ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. എടുത്തി, ഈ ഗൗതം എന്താ ഇങ്ങനെയായി പോയത്? സത്യം പറഞ്ഞ ഈ കണക്കിന് പോയാ ഏട്ടത്തിയുടെ കാര്യം പോക്കാം. ഇതാണ് ഈ ഗൗതമിന്റെ കുഴപ്പം. നീതി ചെന്ന ഒരു 5 മിനിറ്റ് അടുത്തിരുന്ന അവന് പിന്നെ സ്നേഹം കൂടി കൂടി വരും. ഉള്ളതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവൻ നിധിയോട് കാറിന്റെ കാര്യം പറയുന്നത് നീ കേട്ടോ വസു? കേട്ടു. കറുത്ത നിറത്തിലെ കാറല്ലേ പുതിയത്? നിധിക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ. സസ്പെൻസ് കളഞ്ഞല്ലോ. ഉടനെ ചെന്ന് അവളോട് പറഞ്ഞു കൊടുത്തേക്കുന്നു. 2 ആഴ്ച മുന്നേ എന്നോടിത് പറഞ്ഞതാ. പിറന്നാളിന് കാറ് കയ്യിൽ കിട്ടുമ്പോഴല്ലാതെ നിധി അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഗൗതം ഇന്നലെ നിധിയുമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് അവൻ അപ്പ തീരുമാനിച്ചതായിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. പിന്നെങ്ങനെയാ കാറിന്റെ കാര്യം ആഴ്ചകൾക്ക് മുന്നേ ഏട്ടത്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്? അവനിട്ടെ ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഏട്ടത്തിയുടെ അഭിനയമൊന്നും പഴയതുപോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിലും കള്ളം പറഞ്ഞു ഫലിപ്പിക്കുന്ന കാര്യത്തില് ഏട്ടത്തി ഭയങ്കര വീക്കാ. ഇപ്പൊ ഏട്ടത്തി നടത്തിയത് മോനെയും മരുമോളെയും സേഫ് ആക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് ഈ വസുന്ധരയ്ക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ടോ ഏട്ടത്തിക്ക്? വസു, അത് പിന്നെ എനിക്കറിയാം ഏട്ടത്തി. കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ഗൗതമോ നിധിയോ ഏട്ടത്തിയോട് ഈ നിമിഷം വരെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതല്ലേ സത്യം. അത് പോട്ടെ, നാളെ അവളുടെ പിറന്നാളാണെന്നെങ്കിലും ഏട്ടത്തിയോട് പറഞ്ഞോ? ഞാനിതൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അമ്മായിയമ്മ കൺകണ്ട ദൈവമാണെന്നും പറഞ്ഞ് ഏട്ടത്തെ പൊക്കി തലയിലെടുത്ത് വെച്ചിരിക്കുന്നത് അവളാണല്ലോ. അതിന്റെ 10 മടങ്ങ് സ്നേഹമാണല്ലോ ഏട്ടത്തി മരുമകൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായും
എല്ലാം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമാണല്ലോ. ഞാൻ ഏട്ടത്തിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. നിധി ഒന്നും ഏട്ടത്തിയോട് പറയില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവള് മൊത്തത്തില് ഫേക്ക് ഏട്ടത്തി. ഏട്ടത്തിക്ക് അറിയാൻ പാടില്ലാത്ത അഭിനയം എന്ന കലാവിരുത് ജന്മസിദ്ധമായിട്ട് കിട്ടിയവളാണ് നിധി. അഭിനയിച്ച് തകർക്കും, വിശ്വസിപ്പിക്കും, എന്നിട്ട് ഒടുവില് കൂടെ നിന്ന് ചതിച്ച് കഴുത്തറുക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഗൗതം ഇളിയില് ചരട് കെട്ടിയ ഒരു കുട്ടിക്കുരങ്ങായിട്ട് മാറി. അവൾ ഏത് ചൂട് പായസം കോരാൻ പറഞ്ഞാലും അവൻ കൈവെള്ള കൊണ്ട് കോരിയെടുക്കും. എന്നിട്ട് പൊള്ളിയതായിട്ട് പുറത്ത് കാണിക്കാതെ അവളുടെ മുന്നിൽ ചിരിച്ചു കാണിക്കും. നിധി നിധിയുടേതായ ഒരു ലോകം ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് ഞാൻ നിഖിലിനെ വിളിച്ച് ഏർപ്പാടാക്കിക്കൊള്ളാം. ഗൗത ഇന്ന് തന്നെ പോയിന്ന് കണ്ടാൽ മാത്രം മതി. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. നീ എന്താ ഗൗതം ഇങ്ങനെയായി പോയത്? വന്ന് വന്ന് മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായോ നിനക്ക്? ഞാൻ രാവിലെ ഒന്ന് ജോഗിങ്ങിന് ഇറങ്ങാം. വെറുതെ എന്റെ ഉള്ള മൂഡ് കളയല്ലേ. ഇവളുടെ വാക്ക് കേട്ടെ നിനക്ക് എന്തും കാണിക്കാലോ. മറ്റുള്ളവരെന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചു പോയാ അപ്പൊ നീ മൂഡ് ഓഫ് ആകും. അത് വല്ലാത്തൊരു കുഴപ്പമാണല്ലോ. ഭർത്താക്കന്മാരായ ഭാര്യമാരുടെ പിറന്നാൾ ആഘോഷിക്കുക തന്നെ വേണം. ഒരു വില കൂടിയ കാറൊക്കെ പിറന്നാൾ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതിലും തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ താമസിക്കുമ്പോ മനുഷ്യരായി വേറെ ചിലരും കൂടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. അവരോടുകൂടി ഒന്ന് പറഞ്ഞു എന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. എന്റെ കാര്യം വിട്ടേക്ക്. ഇവൾ എന്നെ ശത്രുവെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തി കഴിഞ്ഞു. നിനക്കും അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനേ ആവൂ. പക്ഷേ അമ്മേ അമ്മേന്ന് വിളിച്ച് 24 മണിക്കൂറും ഈ പാവ ഏട്ടത്തിയുടെ ചെവി തിന്നുന്നവളല്ലേ ഇവള്. ഒരു വാക്ക് ഏട്ടത്തിയോട് പറയാത്തതെന്താ? മനഃപൂർവ്വം പറയാഞ്ഞതാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? നിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലിപ്പോ ബാക്കിയുള്ളവരെല്ലാവരും ഡമ്മി പീസുകളാണല്ലോ. എനിക്ക് പിറന്നാൾ സമ്മാനമായി കാറ് വാങ്ങുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ രാത്രി 11:30 കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം ഗൗതം എന്നോട് പോലും പറയുന്നതും ഞാൻ അറിയുന്നതും. അപ്പൊ പിന്നെ ആന്റി ഇതെങ്ങനെ അറിഞ്ഞു?